ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഫുഡ് കോമ്പറ്റീഷൻ ഇപ്പോൾ തന്നെ ആരംഭിക്കും. അതിനായി സുസ്മിത നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. ഉടൻ തന്നെ കോമ്പറ്റീഷൻ തുടങ്ങുകയും ചെയ്യും. എന്നാൽ ശാലിനിയും ശാരദാമ്മയും ഇവർ രണ്ടുപേരും അവിടെ എത്തിയിട്ടില്ല. അതുപോലെ തന്നെ സത്യഭാമയും ശാന്തയും അവിടെ എത്തിയിട്ടില്ല. രണ്ടുപേരും വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഈ സമയം അനു ശാലിനിയെ വിളിച്ചിട്ട് വരാറായില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സുസ്മിത നേരത്തെ വന്ന കാര്യവും പറയുന്നുണ്ട്. ഞങ്ങൾ എന്തായാലും അടുത്ത് എത്തിയിട്ടുണ്ട്, ഉടൻ തന്നെ അവിടെ എത്തുമെന്ന് ശാലിനി പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നുണ്ട്. ശാരദാമ്മയോട് ശാലിനി പറയുന്നുണ്ട്, സുസ്മിത നേരത്തെ വന്ന സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അവള് വരും. അവള് വരുന്നത് മത്സരത്തിനല്ലല്ലോ, മനുഷ്യരെ തമ്മിലടുപ്പിക്കാനല്ലേ. ഇവരുടെ ഡ്രൈവറായി പോകുന്നത് കമലനാണ്. പരാജയപ്പെടാൻ ഒരു ടീം, അങ്ങനെ കരുതിയാൽ മതി സുസ്മിതയെ എന്ന് കമലൻ പറയുമ്പോൾ ശാലിനി പറയുന്നുണ്ട്, അങ്ങനെയൊന്നും കരുതണ്ട. അവള് ഒരിക്കലും അവളുടെ ജയം ആഗ്രഹിച്ചിട്ടായിരിക്കില്ല ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. മറ്റുള്ളവരുടെ പരാജയം അതിനെ എന്തൊക്കെ ചെയ്യാം, അങ്ങനെ പോലുള്ളവർക്ക് അതേ പറ്റൂ. എന്തായാലും വല്ലാത്തൊരു ജന്മം തന്നെയെന്ന് ശാരദാമ്മയും പറയുന്നുണ്ട്. ഇതേസമയം സത്യഭാമയും പൊന്നിയും ശാന്തയും നൂറും വിഷ്ണുവും ഇവരെല്ലാവരും ഒരു കാറിൽ പോയിക്കൊണ്ടിരിക്കുന്നു. നൂറാണെങ്കിൽ വല്ലാത്ത ടെൻഷനിലാണ്. എന്താ നൂറെ ഇത്ര ടെൻഷൻ എന്ന് ഭാമ ചോദിക്കുമ്പോൾ, നമ്മൾ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് എത്തുമോ എന്നൊരു സംശയം. ഇതിന് മാത്രം ടെൻഷനൊന്നും അടിക്കണ്ട. ഈ പറയുന്ന സമയത്ത് തന്നെ പ്രോഗ്രാം തുടങ്ങണമെന്നൊന്നുമില്ല. ചിലപ്പോൾ 5-10 മിനിറ്റ് ലേറ്റ് ആവും എന്നൊക്കെ വിഷ്ണു പറയുന്നുണ്ട്. ഇതൊരു കോമ്പറ്റീഷൻ അല്ലേ, ലേറ്റ് ആയാൽ കോമ്പറ്റീഷൻ നടക്കുന്നവർക്ക് കുഴപ്പമില്ല, പക്ഷേ മറ്റു ടീം അംഗങ്ങൾ എതിർക്കും. അതിപ്പോ ശത്രുതയുള്ളവരാണെങ്കിൽ കൂടുതൽ എതിർക്കും. ഇത് കേട്ട് ഭാമ പറയുന്നു, എങ്കിൽ ഇവിടെ എതിർപ്പേ ഉണ്ടാകൂ. അതിനുള്ള ആൾക്കാർ അവിടെ വന്ന് സ്ഥാനം പിടിച്ചിട്ടുണ്ടാകും. എതിർക്കുന്നവര് അവിടെ കിടന്ന് എതിർക്കട്ടെ, നമ്മൾ അവിടെ ചെന്ന് നമ്മുടേതായ രീതിയിൽ മത്സരം തുടങ്ങണം, ട്രോഫിയും വാങ്ങി പോരുകയും ചെയ്യണം എന്ന് ശാന്തയും പറയുന്നുണ്ട്. ഈ സമയം വിഷ്ണുവും ശാലിനിയും ശാരദാമ്മയും പോകുന്ന ആ കാറിന്റെ മുന്നിൽ കൂടി ചീറിപ്പാഞ്ഞ് ഒരു ജീപ്പ് പോകുന്നുണ്ട്. പെട്ടെന്ന് അവരെ തടഞ്ഞുകൊണ്ട് വണ്ടി അവിടെ നിർത്തുകയും ചെയ്തു. അതിൽ നിന്നും 2-3 പേർ ഇറങ്ങി. ഇറങ്ങടാ, എവിടെ നോക്കിയാടാ വണ്ടി ഓടിക്കുന്നത് എന്ന് പറഞ്ഞ് കമലനോട് അവര് തട്ടിക്കയറുകയും ചെയ്യുന്നു. അല്ലെങ്കിൽ തന്നെ ഇത് മുട്ടിയിട്ടില്ലല്ലോ, മുട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് നിങ്ങളുടെ കുറ്റമാണെന്ന് കമലൻ അവരോട് പറയുന്നുണ്ട്. ഞങ്ങളുടെ കുറ്റമോ, ഇറങ്ങടാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് കമലനെ പുറത്തിറക്കുകയാണ് അവർ. കണ്ടോടാ വണ്ടിയുടെ സൈഡ് പോറിയിരിക്കുന്നത് എന്ന് അവര് പറയുമ്പോൾ കമലൻ പറയുന്നു, പ്രശ്നമുണ്ടാക്കരുത്, ഓവർടേക്ക് ചെയ്തു വന്നതും വണ്ടി മുട്ടിച്ചതും നിങ്ങളല്ലേ, സംസാരിച്ച് നിൽക്കാതെ അവനെ അടിക്ക് എന്നൊക്കെ പറയുന്നു. അങ്ങനെ അവരെല്ലാവരും കൂടി കമലനെ അടിക്കാൻ തുടങ്ങുന്നു. കമലനെ അടിക്കുകയും ചെയ്യുന്നു. അയ്യോ വേണ്ടെന്ന് ശാലിനി പറയുന്നുണ്ട്. എന്നാൽ കമലൻ അതിൽ ഒരാളെ തള്ളിയിടുന്നുണ്ട്. കമലൻ അവരെ അടിച്ചിടാൻ ശ്രമിക്കുമ്പോൾ ശാലിനി തടയാൻ വന്നപ്പോൾ ശാലിനിയെ അവർ പിടിച്ച് തള്ളി. ശാരദാമ്മ മോളെ പിടിക്കുന്നുണ്ട്, കമലനെ വിടാനാ പറഞ്ഞത് എന്ന് പറഞ്ഞ് ശാലിനി അവരുടെ നേരെ വീണ്ടും തട്ടിക്കയറുന്നു. വീണ്ടും ശാലിനിയെ പിടിച്ച് തള്ളുകയാണ് അവര്. രണ്ടുപേരും കൂടി കമലനെ പിടിച്ചു വെച്ചത് കൊണ്ട് കമലനെ പെട്ടെന്ന് അവരെ അടിക്കാൻ സാധിക്കുന്നില്ല. എന്റെ വണ്ടിയിൽ അവര് മനഃപൂർവ്വം കൊണ്ട് ഇടിച്ചതാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് പരാതിയുണ്ട് എന്ന് അവരുടെ വന്നേക്കുന്ന പ്രശ്നമുണ്ടാക്കാൻ വന്നേക്കുന്ന അയാള് പറയുന്നു. ഇത് കേട്ട് ശാലിനി പറയുന്നുണ്ട്, പരാതി ഉണ്ടെങ്കിൽ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യണം, അല്ലാതെ ഇങ്ങനെ തല്ലുകയല്ല വേണ്ടത്. അവന് വല്ലാത്ത സംസാരമാണ്, ഇനി അവൻ ഞങ്ങൾക്കെതിരെ നാവാടിയാൽ അവന് കിട്ടുമെന്നൊക്കെ പറയുമ്പോൾ ശാലിനി പറയുന്നു, നിങ്ങൾ എന്താ ഗുണ്ടായിസം കാണിക്കുകയാണോ, നിങ്ങൾക്ക് എന്ത് നഷ്ടപരിഹാരം വേണമെങ്കിലും ഞങ്ങൾ തരാമെന്ന് ശാരദാമ്മ പറയുന്നുണ്ട്. ഞങ്ങളുടേതായ കുറ്റം കൊണ്ടല്ലെങ്കിലും ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാം, ഞങ്ങളെ ഒന്ന് വിടണം, ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ഒരു സ്ഥലം വരെ പോകാനുള്ളതാണെന്ന് ശാരദാമ്മ. ഒരു അത്യാവശ്യ സ്ഥലത്തും നിങ്ങൾ പോകുന്നില്ല, പോലീസ് സ്റ്റേഷനിൽ പോയി ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയിട്ടേ നിങ്ങളെ ഞാൻ വിടത്തുള്ളൂ എന്ന് അയാൾ. ഓഹോ, അപ്പോ നിങ്ങളുടെ ലക്ഷ്യം മറ്റൊന്നാണെന്ന് ശാലിനി പറയുന്നു. അപ്പോ നിനക്ക് കാര്യം മനസ്സിലായി അല്ലേ എന്ന് അയാൾ. മര്യാദയ്ക്ക് അവനെ വിടാനാ പറഞ്ഞത്, ഇല്ലെങ്കിൽ എന്ന് ശാലിനി പറയുമ്പോൾ അങ്ങോട്ട് മാറി നിൽക്കടി എന്ന് പറഞ്ഞ് ശാലിനിയെ അയാൾ പിടിച്ചു തള്ളി. പോലീസ് വന്നിട്ട് നീയൊക്കെ ഇവിടുന്ന് പോവെന്ന് പറയുന്നു. അമ്മ, ഇത് ചന്ദ്രബോസ് അറിഞ്ഞുകൊണ്ടുള്ള കളിയാണ്, നമ്മുടെ സമയം കളയണം, നമ്മളെ കൃത്യസ്ഥലത്ത് എത്തിക്കരുത്, അതാണ് അവരുടെ ലക്ഷ്യമെന്ന് ശാലിനി പറയുന്നുണ്ട്. കമലനെ പിടിച്ചിട്ട് അടിക്കുകയാണവർ. പോലീസിനെ വിളിച്ചാൽ അവരെ വൈകിപ്പിക്കേ ഉള്ളൂ, അതുകൊണ്ടാണ് അവർ ഈ ആക്സിഡന്റ് ഉണ്ടാക്കിയതെന്ന് പറയുന്നു. നമ്മൾ എന്ത് ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട്. ശാലിനി ആരെയോ വിളിക്കുന്നത് ശ്രീരഞ്ജിനിയാണ്. വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നതുമില്ല. ഇനിയിപ്പോ ഒറ്റ വഴിയേ ഉള്ളൂ, അടി കൊണ്ട് ഇവര് പോകുന്നുണ്ടെങ്കിൽ അതിന് അവസരമുണ്ടാക്കിയല്ലേ പറ്റും. അങ്ങനെ ഇപ്പോൾ ശാലിനി വിഷ്ണുവിനെ വിളിക്കുന്നുണ്ട്. കമലനെ ബാക്കിൽ കൈ വെച്ച് ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണ് അവർ. വിഷ്ണു ഏട്ടാ, ഞങ്ങളെ കുറച്ച് ഗുണ്ടകൾ മനഃപൂർവ്വം വളഞ്ഞിരിക്കുകയാണ്, സമയത്ത് ഞങ്ങളെ മത്സര സ്ഥലത്ത് എത്തിക്കാതിരിക്കലാണ് അവരുടെ ലക്ഷ്യം, ഇനിയിപ്പോ എന്താ ചെയ്യാ എന്ന് ശാലിനി പറയുന്നുണ്ട്. സ്ഥലമൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ കമലനിലെ കൂടെ എന്ന് വിഷ്ണു ചോദിക്കുന്നുണ്ട്. കമലനെ അവരെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. വിഷ്ണു ഏട്ടാ, ഒന്ന് പെട്ടെന്ന് വരാമോ, ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് ശാലിനി. ശരി, നീ ടെൻഷൻ അടിക്കാതെ, ഞാൻ ഇപ്പൊ വരാമെന്ന് വിഷ്ണു. പെട്ടെന്ന് വണ്ടി നിർത്താൻ വിഷ്ണു ഡ്രൈവറോട് പറയുന്നു. ഞാൻ ഇവിടെ ഇറങ്ങുകയാണ്, നിങ്ങൾ പൊയ്ക്കോ എന്ന് വിഷ്ണു അവരോട് പറയുന്നു.
എടാ നീ ഇത് എവിടെ പോവാ എന്നൊക്കെ അമ്മ ചോദിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് എത്താം എന്നൊക്കെ പറയുന്നതല്ലാതെ കാര്യം പറയുന്നില്ല. ആ സമയത്ത് വിഷ്ണുവിന്റെ ഒരു ഫ്രണ്ട് അതുവഴി ബൈക്കുമായിട്ട് വരുന്നുണ്ട്. എനിക്ക് അത്യാവശ്യമായ ഒരു സ്ഥലം വരെ പോകാനുണ്ട്, നീ വണ്ടി തിരികെ എന്ന് പറയുന്നുണ്ട് വിഷ്ണു അയാളോട്. അങ്ങനെ അവർ രണ്ടുപേരും പോകുന്നു. ഭാമ ദേഷ്യത്തോട് പറയുന്നു, വിളിച്ചത് ആരാണെന്ന് എനിക്ക് മനസ്സിലായി, ഇല്ലെങ്കിൽ ഇവൻ ഇത്ര സ്പീഡിൽ പോകത്തില്ലെന്നൊക്കെ പറയുന്നു. നമുക്ക് പോകാം, നമുക്ക് അവിടെ എത്തിയല്ലേ പറ്റൂ എന്ന് ഭാമ പറയുന്നുണ്ട്. അങ്ങനെ അവര് പോകുന്നു. രാഘവേട്ടന്റെ ചികിത്സയുടെ ഭാഗമായി പോയി, ഇല്ലെങ്കിൽ ഈ യാത്ര തന്നെ ഞാൻ വേണ്ടെന്ന് വെച്ചേനെ എന്നും ഭാമ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ പരിപാടി തുടങ്ങാൻ ഏതാനും മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ ബാക്കി. ഒരിക്കൽ കൂടി പങ്കെടുക്കുന്ന ടീം അംഗങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ആങ്കർ. 2 മത്സരാർത്ഥികളാണ് വന്നിരിക്കുന്നത്. ഒന്ന് സുസ്മിതയും പിന്നെ മറ്റൊരാളും. ചന്ദ്രബോസും ജഗദീപും രോഹിത്തും എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട്. ശ്യാമയും. വേറെ നിവർത്തിയില്ലാതെ ശ്യാമയും സുസ്മിതയോടൊപ്പമാണ് വന്നിരിക്കുന്നത്. പപ്പിയെ അവർ പിടിച്ചു വെച്ചത് കൊണ്ട് മാത്രമാണ് ശ്യാമയ്ക്ക് അവരുടെ കൂടെ വരേണ്ടി വന്നത്. 4 മത്സരാർത്ഥികളെയും പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ സമയം കമലനെ അവർ മർദ്ദിച്ചിട്ടിരിക്കുന്നു. ടെൻഷനോടെ ശാലിനിയും ശാരദാമ്മയും. മേഡം, മത്സരം തുടങ്ങാൻ ഇനിയിപ്പോൾ ഏതാനും മിനിറ്റുകൾ മാത്രമല്ലേ ബാക്കിയുള്ളൂ. എവിടെ ഈ പങ്കെടുക്കുന്ന ടീമുകളൊക്കെ എവിടെയെന്ന് ചന്ദ്രബോസ് ചോദിക്കുന്നു. മത്സരം തുടങ്ങുന്നതിന് അരമണിക്കൂർ മുമ്പേ മത്സരാർത്ഥികൾ എത്തണമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ഇത് കേട്ട് ആങ്കർ പറയുന്നു, അത് പിന്നെ അവർ 2 പേരും ഉടൻ എത്തുമെന്ന് വിളിച്ചറിയിച്ചിട്ടുണ്ട്. ഒരു വിഐപിക്ക് വേണ്ടി ഇവിടെ കാത്തു നിൽക്കുന്നില്ല, കൃത്യസമയത്ത് മത്സരം തുടങ്ങിയേ പറ്റൂ എന്നൊക്കെ ഇങ്ങനെ രോഹിത്തെ വിളിച്ച് പറയുന്നു. ഇവിടെ വരാൻ പോകുന്ന 2 ടീം അംഗങ്ങളും നമുക്ക് അറിയാവുന്നവർ തന്നെയാണല്ലോ എന്ന് കുറുപ്പ് സാറ് പറയുന്നുണ്ട്. വഴിയിൽ എന്തോ തടസ്സമുണ്ടായതിന്റെ പേരിലാണ് അവർ വൈകുന്നത്. അവർക്കൊരു പരിഗണന നൽകി എല്ലാവരും ഒന്ന് സഹകരിക്കണമെന്ന് പറയുമ്പോൾ ചന്ദ്രബോസ് പറയുന്നു, അങ്ങനെ ഒരു പരിഗണന ഇവിടെ ആർക്കും കൊടുക്കില്ല. ഇനി 2 ടീം വന്നില്ലെങ്കിൽ വന്ന ടീമുകളെ തമ്മിൽ മത്സരിപ്പിച്ചിട്ട് ഉള്ളവർക്ക് സമ്മാനം കൊടുക്ക്. അതെ അതെ, അങ്ങനെയാണ് വേണ്ടതെന്ന് രോഹിത്. പക്ഷേ അപ്പൊ അതൊരു മത്സരമാവില്ലല്ലോ. മത്സരമാവണമെങ്കിൽ കുറച്ചധികം പേരോടൊപ്പം മത്സരിക്കണ്ടേ, എങ്കിലല്ലേ പങ്കെടുക്കുന്നവർക്കും കാണികൾക്കും ഒരുപോലെ ഇതൊരു മത്സരമായി കാണാൻ കഴിയൂ. അല്ലെങ്കിൽ പിന്നെ ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് പരിപാടിയാകില്ലേ. 5 മിനിറ്റ് വൈകിയാലും കുഴപ്പമില്ല, എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് പരിപാടി തുടങ്ങിയാൽ മതി എന്നാണ് എന്റെ ഒരു അഭിപ്രായം എന്ന് ജഗദീപ് പറയുന്നുണ്ട്. നിങ്ങളോട് ഇപ്പൊ അഭിപ്രായം ആരെങ്കിലും ചോദിച്ചോ എന്ന് സുസ്മിത പതിയെ പറയുമ്പോൾ ജഗദീപ് സുസ്മിതയോട് പതിയെ പറയുന്നുണ്ട്, ഇതിപ്പോ ആര് മത്സരിച്ചാലും സുസു തന്നെ ജയിക്കും. ഒന്ന് വായ അടച്ച് വെക്കേണ്ട ജഗദീപ് എന്ന് സുസ്മിത. ഞാനൊന്നും പറയുന്നില്ലെന്ന് ജഗദീപ്. എന്തിനാ ചിറ്റപ്പ ഈ മരണത്തെ തോളിലേറ്റിക്കൊണ്ട് വന്നതെന്ന് സുസ്മിത ബോസിനോട്. ആര് തോളിലേറ്റിക്കൊണ്ട് വന്നോ കയറിപ്പോയതല്ലേ എന്ന് ബോസ്. ഇതൊരു കൈസഹായമാവുമെന്ന് ഞാൻ വിചാരിച്ചു എന്നൊക്കെ ബോസ് പറയുമ്പോൾ കൈസഹായമല്ല, കൈവച്ചൊന്ന് കൊടുക്കാനാ തോന്നുന്നതെന്ന് സുസ്മിത. എന്തായാലും ഇവിടെ വെച്ച് വേണ്ട, മത്സരം കഴിയട്ടെ എന്ന് ബോസ്. ജഗദീപ് പതിയെ സുസ്മിതയോട് പറയുന്നുണ്ട്, പണ്ട് പരീക്ഷയ്ക്ക് തുണ്ടുപേപ്പർ വെച്ചതുപോലെ ഇപ്പോ പൊടികളുടെ പേരൊന്നും എഴുതി കയ്യിൽ വെച്ചിട്ടില്ലല്ലോ, പിടിക്കപ്പെട്ടാൽ മോശമാവേ സുസു എന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയം കമലനെ കാണിക്കുന്നുണ്ട്. കമലനെ ആണെങ്കിൽ അവരെടുത്തിട്ട് അടിക്കാണ്. എല്ലാവരും കൂടി സംസാരിച്ച് ഒരു 5 മിനിറ്റും കൂടി സമയം എക്സ്ട്രാ കൊടുക്കാമെന്ന് തീരുമാനിച്ചിരിക്കുന്നു. മത്സരത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അവർ. വിഷ്ണു അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് എന്താ വേണ്ടത്? നിങ്ങൾ എന്തിനാ ഞങ്ങളെ ഇങ്ങനെ തടഞ്ഞു വെച്ചിരിക്കുന്നത്? ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ എന്നൊക്കെ ശാലിനി അവരോട് പറയുമ്പോൾ നീ ആരാലും ഞങ്ങൾക്ക് എന്താണ് എന്നൊക്കെ അവരും പറയുന്നുണ്ട്. നൂറ് ഡ്രൈവറോട് പറയുന്നുണ്ട്, എന്റെ ചേട്ടാ ഒന്ന് പെട്ടെന്ന് എത്ത്, ഇങ്ങനെ പോയാൽ ഫംഗ്ഷൻ കഴിഞ്ഞാലും നമ്മൾ അവിടെ എത്തില്ലല്ലോ. അങ്ങനെ ശാലിനി പോലീസിനെ വിളിക്കാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് അയാൾ ഫോൺ വാങ്ങിക്കുകയാണ്. പരാതിക്കാരൻ ഞങ്ങളല്ലേ, അങ്ങനെ ഇപ്പോൾ ആളാവാൻ നോക്കണ്ടെന്നൊക്കെ പറയുന്നു. ഇതേ സമയം സത്യഭാമ പോകുന്ന ആ വഴിയിൽ എന്തൊക്കെയോ വെച്ച് അടച്ചു വെച്ചിരിക്കുകയാണ്. മരങ്ങളും മറ്റു സാധനങ്ങളും വെച്ച് അടച്ചു വെച്ചിരിക്കുന്നു. ഇവിടെ റോഡ് പണിയാണ്, ഇതിലേക്കൂടി വണ്ടി പോകില്ല എന്ന് അവർ പറയുന്നുണ്ട്. അവിടെ കുറച്ച് ഗുണ്ടകളെയും ഏർപ്പാടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പലകയുടെ കഷ്ണങ്ങളും പിന്നെ മറ്റു സാധനങ്ങളും കൊണ്ടായിരുന്നു റോഡ് തടഞ്ഞു വെച്ചിരിക്കുന്നത്. ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് നൂറ് ഇറങ്ങുന്നു. ചേട്ടാ, ഞങ്ങൾക്ക് ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനുണ്ട്, നടന്നു പോയാൽ ഞങ്ങൾക്ക് ആ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിയില്ല എന്നെ പറയുമ്പോൾ അതിൽ ഒരാൾ പറയുന്നു, മോൾക്ക് അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ എന്റെ തോളിൽ കയറിക്കോളൂ, മോളെ മാത്രം ഞാൻ ചുമന്ന് അങ്ങ് എത്തിക്കാം. അങ്ങനെയാണെങ്കിൽ നീ എടുക്കണ്ട, ഞാൻ എടുത്തോണ്ട് ഓടാം, സമ്മതമാണോ എന്ന് മറ്റൊരാൾ ചോദിക്കുന്നു. ദേഷ്യം വരുന്നുണ്ട് നൂറിന്. ഭാമയും ഇറങ്ങുന്നു. 1.5 കിലോമീറ്റർ ചുറ്റിപ്പോയാൽ നിങ്ങൾ പറയുന്ന സ്ഥലത്ത് തന്നെ നിങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയും. അപ്പോ ചേട്ടന്മാര് മുടയെടുക്കുവാണോ എന്ന് നൂറ് ചോദിക്കുന്നു. അതേ, നല്ല 1/2 തരം മുടയെടുക്കാണ്, നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് ചെയ്തോ എന്ന് അവര്. സത്യമേ, ഇത് നമ്മളെ സമയത്ത് എത്തിക്കാതിരിക്കാൻ ആരോ മനഃപൂർവ്വം ചെയ്തതാണെന്ന് നൂറ്. ഇവിടെ നമ്മൾ തോറ്റാൽ മത്സരത്തിലും തോൽക്കുന്നത് പോലെയാണ്, ഞാനിത് എടുത്തു മാറ്റാമെന്ന് പറഞ്ഞ് നൂറ് ആ പലക എടുത്തു മാറ്റാൻ ശ്രമിക്കുന്നു. എന്നാൽ അയാൾ തടഞ്ഞു. ഇതൊരു ബ്ലോക്ക് തന്നെയാണ്, അത് മറികടന്നു പോകാൻ തന്റെ ഇടമുള്ള ആണുങ്ങൾ ചുരുക്കമാണെന്നും പറയുന്നു. പിന്നെയല്ലേ പെണ്ണെന്ന് പറയുമ്പോൾ നൂറ് പറയുന്നു, അത് ചേട്ടൻ ചുണയുള്ള ആൺപിള്ളേരെ കാണാഞ്ഞിട്ടാണ്. എന്നാ വിളിക്കടി ചുണയുള്ള നിന്റെ ആ കാമുകന്മാരെ വിളിക്കും. രായപ്പന്റെ കൈക്കരുത്ത് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് പറയുന്നു. സത്യമേ, ഇവരെ പേടിച്ചു നിന്നാൽ നിൽക്കത്തേ ഉള്ളൂ,
നമുക്ക് ചെന്നിട്ട് ഒരുപാട് കാര്യങ്ങളുള്ളതാണ്, നമുക്കിത് മാറ്റി മുന്നോട്ട് പോകാം, ഇവന്മാരെ എന്ത് ചെയ്യുമെന്ന് കാണാലോ എന്ന് നൂറ് പറഞ്ഞിട്ട് വീണ്ടും അത് മാറ്റാൻ ശ്രമിക്കുമ്പോൾ അയാൾ തടഞ്ഞു. അപ്പോ നീയൊക്കെ കൊണ്ടേ പോകൂ അല്ലേ, നീയല്ലേ ലീഡർ, അപ്പോ നിനക്ക് തന്നെ ഇരിക്കട്ടെ, നിന്നെ തൊട്ടാൽ ചുണയുള്ള ഏതൊരുത്തനാ വരുന്നതെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് നൂറിന്റെ കരടത്തടിച്ചിരിക്കുകയാണ് അയാൾ. എന്നിട്ട് നൂറിനെ തള്ളിയിടുന്നു. ഇതേസമയം വിഷ്ണു ശാലിനിയുടെ അരികിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ശാലിനിയെ അയാൾ ഉപദ്രവിക്കുന്നു, കഴുത്തിൽ അമർത്തി പിടിച്ചിരിക്കുകയാണ്. ഉടൻ തന്നെ വിഷ്ണു അവിടെ എത്തുകയും ചെയ്യുന്നുണ്ട്. ഒരൊറ്റ ചവിട്ട് വിഷ്ണു അയാളെ. എന്റെ പെണ്ണിനെ തൊടുന്നോടാ എന്ന് പറഞ്ഞാണ് വിഷ്ണു ചവിട്ടിയത്. ആശാനെ എന്നെ കമലൻ വിളിക്കുന്നുണ്ട്. ബാക്കിയുള്ളവരെ വിഷ്ണു അടിച്ചൊതുക്കി. വിഷ്ണുവിന്റെ കൂടെ മറ്റൊരാളും ഉണ്ടായിരുന്നു. അയാൾ കമലനെ അഴിച്ചുവിടുന്നുണ്ട്. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.